കല്യാണ വീട്ടിലെ നെയ്ച്ചോറും ബീഫും ഏറെക്കുറെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. അതിന്റെ ഉത്ഭവസ്ഥാനമായ കഫേ മറാക്കിയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. വിജയിച്ചു നിൽക്കുന്ന കഫേ മറാക്കിയാണ് കൂടുതൽ ആളുകൾക്കും അറിയാൻ സാധിക്കുക. എന്നാൽ ഈ വിജയത്തിലേക്ക് എത്തിയ ഇതിന്റെ വഴിയും മറ്റു വിശേഷങ്ങളും ഇതിന്റെ അമരക്കാരനായ സുബൈർ ഖാനോട് തന്നെ നമുക്ക് ചോദിക്കാം. വാ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പെരുമ്പാവൂരിലെ നെയ്ച്ചോറും ബീഫും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിന്റെ അമരക്കാരനായിട്ടുള്ള സുബൈർ ഖാന്റെ അടുത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമസ്കാരം. നമസ്കാരം. ഇങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഒരു കാരണം എന്തായിരുന്നു? എൻ്റെ ഫാമിലി ശരിക്കും ഒരു കാറ്ററിംഗ് ബേസ് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം കാറ്ററിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം, എന്തെങ്കിലും ബിസിനസ്സിലോട്ട് വന്നെന്ന് വിചാരിച്ച് കുറച്ച് കാലങ്ങളോളം നമ്മളിതിനെക്കുറിച്ച് പഠിച്ച് തന്നെ ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നതാണ്. ഞാൻ മുമ്പ് വേറെ കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഒരു 3.5 വർഷമായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ആ ഇറങ്ങിയ തൊട്ടടുത്ത ദിവസം നമ്മളൊരു ചെറിയ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. അവിടെ നിന്ന് ഇന്നിപ്പോൾ ഈ 3 വർഷം കഴിയുമ്പോൾ ഇന്ന് ഈ ഒരു ലെവലിൽ വരെ വന്ന് നിൽക്കണം. അപ്പോൾ തുടക്കത്തിലേക്ക് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്തുണ്ടായിരുന്നു ബുദ്ധിമുട്ട്? നമ്മൾ ഏറ്റവും എളുപ്പത്തിന് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഹോട്ടൽ. പക്ഷേ അതിനകത്ത് നമ്മൾ അതിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഇതിനകത്ത് വരുന്ന ഒരുപാട് റിസ്കി ഫാക്ടറുകൾ ഒരുപാടുള്ളൊരു ബിസിനസ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കണം. ഞാൻ ആദ്യത്തെ ഒരു 8 മാസം വളരെയധികം സ്ട്രഗിൾ ചെയ്താണ് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ നിർത്താം, ഇത് ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് വീണ്ടും പഴയ പോലെ എന്തെങ്കിലും ജോലിക്ക് പോവാം എന്നുള്ള ഒരു കണ്ടീഷനിൽ നിൽക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ ഇതുപോലൊരു വീഡിയോ, അദ്ദേഹം നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ വന്നത്. അന്ന് മുതലാണ് നമ്മൾ പതിയെ ഗ്രോ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ 3 വർഷം കഴിഞ്ഞപ്പോൾ അന്ന് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആകെ ഞങ്ങൾക്കൊരു ഷോപ്പാണ് ഉണ്ടായിരുന്നത്. പെരുമ്പാവൂർ നെടുന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്കൊരു ഷോപ്പാണ്. അവിടെ തന്നെ നമ്മൾ ഒരു കുറച്ച് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ചെയ്ത് നമ്മളവിടെ ബിസിനസ് ചെയ്യുന്നു. ഒരു വൈകിട്ടാകുമ്പോഴേക്കും നമ്മളത് ക്ലോസ് ചെയ്ത് നമ്മൾ വീട്ടിൽ പോകും. ആ രീതിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് 5 സ്ഥലത്ത് ഷോപ്പുകളുണ്ട്. നമ്മുടെ കിച്ചൺ ഇവിടെയാണ്. ഇപ്പം എൻ്റെ വീടിൻ്റെ ഇത് നമ്മൾ കിച്ചണാക്കി സെറ്റ് ചെയ്തെടുത്താണ്. ഇവിടെ ചെയ്ത് നമ്മൾ ഈ 5 ഷോപ്പുകളിലേക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡ് കൊണ്ടുപോകും. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ബിസിനസ് ചെയ്യണം. ഈ കഫേ മെറാക്കി എന്ന് പറയുന്ന ഒരു പേരെന്താ, അങ്ങനെ അത് ചൂസ് ചെയ്യാൻ കാരണം എന്തായിരുന്നു? ശരിക്കും ഞങ്ങൾ ആ ഷോപ്പ് എടുക്കുന്ന സമയത്ത് ഈ പേര് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്, അല്ലാതെ നമ്മളായിട്ട് ഇട്ടതല്ല. കഫേ മിറാക്കി എന്ന് പറയുന്ന ഒരു പേര് അന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞാണ് ഈ പേര് മാറ്റണമെന്നുള്ളത്. പക്ഷെ അന്ന് പേരിൽ മാത്രമല്ല, അന്ന് ആ ഷോപ്പിൻ്റെ ആംബിയൻസ് കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞാൽ ബിസിനസ് കിട്ടും എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടി നമ്മളന്ന് ആ പേര് അങ്ങനെ തന്നെ നിലനിർത്തിയതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ നമ്മുടെ ആ സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിലേക്ക് ഈ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ട്രഡീഷണൽ ഫുഡാണ് ഈ നെയ്ച്ചോറ് ബീഫ് എന്ന് പറയുന്ന സംഭവം. പക്ഷേ ഈ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ പേര് ഒരിക്കലും ആരും എവിടെ ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അത് ആദ്യമായിട്ട് പെരുമ്പാവൂരിന് ഇങ്ങനെ ഒരു പേര് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ ഞങ്ങളായിരിക്കും. ആ ഒരു പേര് വെച്ചിട്ട് തുടങ്ങാം എന്നുള്ള രീതിയിൽ കഫേ മിറാക്കി എന്ന് പറയുന്ന നമ്മുടെ ബ്രാൻഡാണ്. ഈ പെരുമ്പാവൂർ കല്യാണം വീട്ടിലെ നെയ്ച്ചോറ് ഇറച്ചി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുപോകുന്നത്. അതാണ് അപ്പോൾ മിറാക്കി അവരുണ്ടായിരുന്ന പേര് തന്നെയാണ്. കഫേ മിറാക്കി നമുക്ക് ശരിക്കും ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ലൈഫ് ഫുള്ളും ഈ ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇതിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ് ഷോപ്പിന്റെ? നമ്മൾ ഉച്ചയ്ക്ക് മാത്രമാണ് ശരിക്കും നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ ഒരു 11 മണിക്ക് നമ്മുടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ഷോപ്പുകളും നമ്മൾ 5 ഷോപ്പുകൾ 11-11:30 ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. 2:30-3 മണിയാകുമ്പോഴേക്കും എല്ലാം കഴിയും. ക്ലോസ് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മൾ പോരും. ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് 1 മന്തായിട്ട് നമ്മുടെ 2 ഷോപ്പുകൾ പെരുമ്പാവൂർ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു പുതിയ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എടപ്പള്ളി ചേരാനല്ലൂർ നമ്മളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 ഷോപ്പുകളും നമുക്ക് നൈറ്റ് ഈവനിങ് കൂടി ഉള്ള ഷോപ്പുകളാണ്. അപ്പോൾ അത് ഒരു 6:30 സ്റ്റാർട്ട് ചെയ്യും. ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ കഴിയും, ക്ലോസ് ചെയ്യും. 3:30 ക്ലോസ് ചെയ്യും. ആ 2 ഷോപ്പുകളിലും മാത്രം ഈവനിങ് കൂടി ഉണ്ട്. 6:30 സ്റ്റാർട്ട് ചെയ്യും, ഒരു 9:30-10 മണി വരെ ഉണ്ടാവും ഷോപ്പ്.
എന്തൊക്കെയാണ് നെയ്ച്ചോറ് ബീഫ് അല്ലാതെ കൂടെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? നമ്മുടെ ഈ ഒറ്റ ഐറ്റം കൊണ്ട് മാത്രം ബിസിനസ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഞങ്ങള് നെയ്ച്ചോറ് ബീഫാണ് നമ്മുടെ മെയിൻ ഐറ്റം. പിന്നെ ചിക്കൻ ഉണ്ട്, ചിക്കൻ ബിരിയാണിയും അതുപോലെ ചിക്കൻ ഫ്രൈയും ഉണ്ട്. അത് നമ്മുടെ അടുത്ത് വരുന്ന എല്ലാവർക്കും നമ്മുടെ റൈസ് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ബീഫ് കഴിക്കാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചിക്കൻ എന്നുള്ള ഒരു ഐറ്റം കൂടി നമ്മളിതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. ശരിക്കും നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നെയ്ച്ചോറ് ബീഫ് മാത്രമാണ്. നെയ്ച്ചോറ് ബീഫ്. അപ്പോൾ നെയ്ച്ചോറിന്റെയും ബീഫിന്റെയും കൂടെ വേറെ സൈഡായിട്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഈ പെരുമ്പാവൂർ കഴിക്കുന്ന സമയത്ത് പെരുമ്പാവൂർ ഏരിയയിലുള്ള ഈ ഫുഡിനകത്തുള്ള 1-2 ഐറ്റംസ് ആണ്. പുളിങ്കറി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അപ്പോൾ അത് ശരിക്കും ഞങ്ങൾ കല്യാണങ്ങൾക്ക് ചെയ്യുന്ന ഐറ്റവും നമ്മൾ ഷോപ്പിലേക്ക് ചെയ്യുന്ന ഐറ്റവും രണ്ടാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പുകളിൽ വന്ന് കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ ആ ഒരു പുളിങ്കറി നമ്മളത് ഈ കല്യാണങ്ങൾക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നിസ്സാര സമയം കൊണ്ട് വേവിച്ചെടുക്കുന്ന സാധനമാണ്. പക്ഷേ നമ്മൾ ഷോപ്പിലേക്ക് ചെയ്യുന്നത് 3-4 മണിക്കൂർ പോയി അത് അത്ര സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന സാധനം. ചിലപ്പോൾ നമുക്കൊരു 3 ദിവസം വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മറ്റേ പുളിങ്കറി എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 1 ദിവസം 2 ദിവസം ഉപയോഗിക്കും. ചിലപ്പോൾ ഇതൊരാഴ്ച വരെ ഞങ്ങളുടെ ഈ ഐറ്റം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ പരിപ്പ് കറി നമ്മുടെ ഈ മേഖലയിൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു സംഭവമാണ് പരിപ്പ് കറി ഈ നെയ്ച്ചോറിൻ്റെ കൂടെ. അപ്പോൾ പരിപ്പ് കറി ഉണ്ട്, സലാഡ്, അച്ചാറ്, പപ്പടം, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഫുഡിൻ്റെ കൂടെ കിട്ടുന്ന സ്പെഷ്യലായിട്ട്. അപ്പം തുടങ്ങിയ സമയത്ത് ഒരുപാട് കഷ്ടപ്പാട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഇത് കാണുന്നവർ എൻ്റെ സുഹൃത്തുക്കൾ ആരാണെങ്കിലും ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. പക്ഷേ ആദ്യത്തെ സ്റ്റാർട്ടിങ് ഭയങ്കര ഹൈപ്പായിരിക്കും നമുക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ബിസിനസ് ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ബിസിനസ് ഡൗൺ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മെൻ്റലി നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആവും. ഇതിലേക്ക് ശരിക്കും നമുക്ക് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കവർ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അത് കവർ ചെയ്ത് എടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുക. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ കഴിച്ചു കഴിയുമ്പോൾ അത് 10 ആളിലേക്ക് പറഞ്ഞ് അത് അങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിൽ നമുക്ക് ആളുകൾ കയറി വരണം. അപ്പം അങ്ങനെ കയറി വരാനായിട്ട് എടുക്കുന്ന ഒരു സമയമാണ് ഇതിൻ്റെ സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അത് കവർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഷോപ്പിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ ഒരു സ്ട്രഗ്ലിങ് അനുഭവിച്ചിട്ടുള്ളൂ ഈ പെരുമ്പാവൂർ ഷോപ്പിൽ. ബാക്കിയുള്ള ഷോപ്പുകളിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്ന നമ്മുടെ പുതിയ സ്റ്റാഫുകളായാലും നമ്മുടെ കസിൻസ് ആരാണെങ്കിലും അവരെല്ലാവരും നമ്മുടെ പുതിയ ഷോപ്പുകളിലേക്ക് വരുമ്പോൾ അവരെല്ലാവരും വന്ന് കയറുന്നു, കച്ചവടം ചെയ്യുന്നു, ഭയങ്കര ബിസിനസ് അതങ്ങനെ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ഇവരെല്ലാവരും വിചാരിക്കുന്നത് ഏത് ഷോപ്പ് തുടങ്ങിയാലും ഇങ്ങനെ തന്നെയാണെന്നാണ്. അങ്ങനെയല്ല, നമ്മുടെ സ്ട്രഗ്ലിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ആദ്യത്തെ ഷോപ്പിലാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയതാണ്. പക്ഷെ ഇപ്പോൾ അൽഹംദുലില്ലാ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മുടെ ഷോപ്പുകൾ പെരുമ്പാവൂർ നെടുന്തോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷോപ്പുണ്ട്. അതുപോലെ പെരുമ്പാവൂർ തന്നെ മഞ്ഞപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് KSRTC റൂട്ടിൽ ഒരു ഷോപ്പുണ്ട്. ആലുവ മുട്ടത്തുണ്ട്. ആലുവ മുട്ടം മെട്രോ പില്ലർ 185ൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ഷോപ്പുണ്ട്. അതുപോലെ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് എക്സ്പ്രസ് വേയിൽ തന്നെ നമുക്ക് ചിറ്റേത്തരേന്ന് എക്സ്പ്രസ് വേ കയറുമ്പോൾ തന്നെ ഒരു ഷോപ്പുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ചേരാനല്ലൂരാണ്. ചേരാനല്ലൂർ കുന്നുംപുറം, എടപ്പള്ളി ചേരാനല്ലൂർ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഷോപ്പുണ്ട്. ഈ 5 ഷോപ്പുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. വൈകുന്നേരം ആണെങ്കിലും ഇത് തന്നെയാണ് രാത്രിത്തെ ഫുഡും? നമുക്ക് ഒറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ, വേറെ ഐറ്റംസ് ഒന്നുമില്ല. ഈ സെയിം ഐറ്റം തന്നെയാണ് വൈകുന്നേരം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 3 വർഷമായി ഇതിലേക്ക് ഇറങ്ങിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നേ വേറൊരു സ്ഥാപനത്തിലായിരുന്നു. എന്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്? ഞാൻ മൊബൈൽ ഫീൽഡിലാണ്. ടെക്യു എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഒരു ബിസിനസ്സിൽ കാര്യങ്ങളെല്ലാം നോക്കി ഏതാണ്ട് ഒരു 15 വർഷം അവരുടെ കൂടെ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. അതിനകത്ത് 1-2 ബ്രാൻഡുകൾ മാറി മാറി നിന്നതല്ലാതെ ഷോപ്പുകൾ എപ്പോഴും ഞാൻ അവരുടെ കൂടെ തന്നെയാണ് ഈ 15 വർഷം വർക്ക് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ബിസിനസ് കാര്യങ്ങളെല്ലാം നോക്കുന്ന ആൾക്കാരെല്ലാം ഒരു ബിസിനസ് നോക്കിക്കൊണ്ടിരുന്നത് ഞാനാണ്. അപ്പോൾ ഇത് നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനൊരു പരിപാടിയിലേക്ക് വന്ന് കയറിയത്. അപ്പോൾ ഇപ്പം ഇങ്ങനെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയ ഒരു നിലയിൽ നിൽക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഒരു സംതൃപ്തി, സന്തോഷം? ശരിക്കും ഞാൻ എൻ്റെ ഇത് കാണുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് മോട്ടിവേഷൻ തോന്നിയിട്ട് ഇതിനകത്തേക്ക് വരാൻ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് വരാൻ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സപ്പോർട്ട് വേണോ ഞാൻ പറഞ്ഞു കൊടുക്കാം അവർക്ക്. ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അത് അന്നും ഹാപ്പി അല്ല എന്നല്ല, പക്ഷെ നമ്മൾ സ്വന്തമായി നമ്മൾ ഒരു ബിസിനസ് ചെയ്ത് അതിനെ ഒരു വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ്സിലാണ്. കൂടാതെ ആഗ്രഹിച്ച ഒരു ഫീൽഡ്. അതെ, നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു ജോലി ഉണ്ടല്ലോ, നമ്മൾ 100% ഞാൻ ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ് ഇത് ചെയ്യുന്നതിൽ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ തന്നെ ചെയ്ത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് കഴിച്ച് കഴിയുമ്പോൾ ഒരാൾ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഷോപ്പിൽ തന്നെ അവരോട് പറയണം നല്ല ഫുഡാണെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി, അത് ഹാപ്പിയാണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞു കുറെ കഷ്ടപ്പാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ തുടക്കത്തില് അല്ലെങ്കിൽ ഇതേപോലെ ബിസിനസ് തുടങ്ങിയിട്ട് ആദ്യത്തെ കുറച്ച് നാൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഇട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത്, ബിസിനസ് എന്ന് പറയുന്നത് ഏത് ബിസിനസ് ആയാലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഹൈപ്പ് കിട്ടും.
അത് കഴിഞ്ഞിട്ട് ഒന്ന് താഴെ പോകും. ഈ താഴെ പോകുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആള് ഫോർട്ട് കൊച്ചിയിലാണ്. ആൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആളും ഞാനും ഒരുമിച്ച് ഒരേപോലെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആൾ ആദ്യം ഹോട്ടൽ ഫീൽഡിലേക്ക് പോയത് ആളാണ്. പക്ഷെ ആൾ ഹോട്ടൽ ഫീൽഡിൽ പോകാനായിട്ട് ഇരുന്ന ആളല്ല. അപ്പോൾ ആള് ഹോട്ടൽ ഫീൽഡിലേക്ക് പോയി അതൊരു സക്സസ് ആയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ ഈ ബിസിനസ്സിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്ട്രഗ്ലിംഗ് പീരീഡ് കവർ ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയണ്ട, നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മതി, ആളുകൾ വന്നോളൂ. അത് ഇന്നും ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നമ്മൾ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് നല്ല ഹൈപ്പായിരിക്കും, അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഡൗൺ ആവും. പക്ഷെ ആ ഡൗൺ ആവുന്ന സമയത്ത് നമ്മൾ മെൻ്റലി ആണെങ്കിലും നമ്മളൊന്ന് പിടിച്ചു നിൽക്കാൻ നമ്മൾ തയ്യാറാവണം. ആ ഒരു സമയം കവർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെയാണ്, പിന്നെ ഹാപ്പി ആയിട്ട് നമുക്ക് പോവാം. ആദ്യം ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനും എൻ്റെ ബ്രദർ മാത്രമേ ഉള്ളൂ അന്ന് ഷോപ്പിൽ. അപ്പോൾ ആള് വേറെ ജോലിയുണ്ട്, ജോലിക്ക് പോകും. 12 മണിക്ക് ആകുമ്പോഴേക്കും ആൾ തിരിച്ചെത്തും. അപ്പോൾ ആൾ വരുന്ന സമയം വരെ ഞാൻ ഒറ്റയ്ക്ക് ആ ഷോപ്പിൽ നിന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ആൾ വരും, ഞങ്ങൾ രണ്ടാളും കൂടി എല്ലാം കച്ചവടമൊക്കെ ചെയ്യും. തിരിച്ച് എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും തിരിച്ചു വരും. കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ഈ 5 ഷോപ്പുകളിലും സ്റ്റാഫുകളായിട്ടൊരു 10-12 പിള്ളേർ വെച്ചിട്ട് എല്ലാ ഷോപ്പുകളിലും സ്റ്റാഫുകളുണ്ട്. ഇന്ന് ഇവിടെ എൻ്റെ കൂടെ കിച്ചണിൽ എൻ്റെ ഫാമിലി മൊത്തമുണ്ട്. അപ്പം എല്ലാവരും ഇപ്പം നമ്മൾ ശരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഇന്നിപ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ്സായിട്ട് ഞങ്ങൾ ഇത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒട്ടുമിക്ക ആളുകളും ഇപ്പോൾ നമ്മളായിട്ട് റിലേറ്റ് ചെയ്തെടുക്കുന്നവരൊക്കെ മിക്കവരും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇവിടെ തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും. അപ്പൊ ഇത്ര സമയം ഇത്രയും വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു.